ഡോക്ടർ നമുക്കിന്ന് സ്കിൻ ഇൻഫെക്ഷൻസിനെ കുറിച്ച് സംസാരിക്കാം. അതിൽ തന്നെ വളരെ കോമൺ ആണല്ലോ റിംഗ് വർം ഇൻഫെക്ഷൻ. അപ്പോൾ എന്താണ് ഇൻഫെക്ഷൻ, എന്താണ് അതിന്റെ പ്രത്യേകത? റിംഗ് വർം എന്ന് പറഞ്ഞൊരു പൂപ്പൽ ബാധയാണ്. നമ്മൾ വേനൽക്കാലത്തായാലും മഴക്കാലത്തായാലൊക്കെ അത് കാണാൻ സാധ്യതയുണ്ട്. കാരണം ഈർപ്പം നിൽക്കുന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത്. വേനൽക്കാലത്ത് നമ്മൾ കൂടുതൽ വേർക്കാൻ സാധ്യതയുണ്ട്, അപ്പോൾ അതുണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ മഴക്കാലത്ത് നമ്മൾ നന്നായി ഉണങ്ങാത്ത വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ അതേപോലെ വരാൻ ചാൻസ് ഉണ്ട്. കൂടുതലായിട്ട് ഇത് ഇടുക്കുകളിലാണ് കാണുക. തുടയുടെ ഇടുക്ക്, കക്ഷം, അതുപോലെ ബ്രസ്റ്റിന് താഴെ, നന്നായി വണ്ണമുള്ള ആൾക്കാരാണെങ്കിൽ വയറിൻ്റെ താഴെയൊക്കെ പാടുകൾ കാണാൻ ചാൻസ് ഉണ്ട്. ചുവന്ന അല്ലെങ്കിൽ കറുത്ത് തടിച്ച റിംഗ് ഷേപ്പിലുള്ള പാടുകളാണ് കൂടുതലായിട്ട് കാണുക. ചൊറിച്ചിലാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം. അത് മറ്റു ഭാഗങ്ങൾ ഇപ്പം മുഖം, കഴുത്ത് അവിടെയൊക്കെ കാണാനുള്ള ഒരു പ്രധാന റീസൺ തോർത്ത് വഴി സ്പ്രെഡ് ആവുന്നതായിരിക്കാം. ആളുകൾ ഈ ഇൻഫെക്ഷനെ വളരെ സില്ലി ആയിട്ട് കാണുന്ന തോന്നാറുണ്ടോ? ഇപ്പം വന്ന് കുറേ നാളായാലും ഡോക്ടറെ കാണിക്കാൻ വരാനൊക്കെ ഒരു മടിയുള്ളതുപോലെ. അങ്ങനെ എപ്പോഴും കാണാറുള്ളതാണ്. ലൈക്ക് കഴിഞ്ഞ തവണ ഒരു പേഷ്യൻ്റ് വന്നതെന്ന് പറഞ്ഞ ഒരു 14 വയസ്സുള്ള ഒരു പെൺകുട്ടി. ആളുടെ അടുത്ത് ഹിസ്റ്ററി ചോദിച്ചു വരുമ്പം 6-ാം വയസ്സ് തൊട്ട് തന്നെ ആ കുട്ടിക്ക് അസുഖമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ കാണിക്കാൻ മടിക്കുന്നതെന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പം മെയിനായിട്ട് ഒരു പ്രൈവറ്റ് പാർട്സിൽ വരുന്ന അസുഖമായതുകൊണ്ട് തന്നെ വീട്ടിൽ പറയാൻ തന്നെ കുറേ കാലം എടുക്കും. പിന്നെ ഒരു ഡോക്ടറെ അടുത്ത് വന്ന് വിടാൻ തന്നെ ടൈം എടുക്കും. അതുപോലെ തന്നെ സ്കിൻ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് അത്ര സീരിയസ് ആയിട്ട് അവർ കാണില്ല. ഏതെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയി ഒരു ക്രീം ചോദിച്ച് അങ്ങനെ അത് കുറയുന്ന പോലെ തോന്നും. അങ്ങനെയാണ് ഡിസീസ് ഇങ്ങനെ പ്രൊലോങ്ഡ് ആയിട്ട് വരുന്നതിനൊരു പ്രധാന റീസൺ. അപ്പോൾ ഈ റിംഗ് വർം ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് എന്തായാലും ശ്രദ്ധിക്കണം. കാരണം നമ്മൾ മെഡിക്കൽ ഷോപ്പ്സ് നിന്നൊക്കെ ക്രീം വാങ്ങിക്കുമ്പോൾ പ്രധാനമായിട്ട് സ്റ്റിറോയിഡ് കണ്ടൻറ്റുള്ള ക്രീംസ് ആയിരിക്കും അവിടെ നിന്ന് തരാൻ ചാൻസ് ഉള്ളത്. അത് തേക്കുമ്പോൾ നന്നായി ചൊറിച്ചിലൊക്കെ കുറയുന്ന പോലെ തോന്നുമെങ്കിൽ പോലും നമ്മുടെ തൊലി കേടാവാനും അതുപോലെ തന്നെ ശരിയായ മരുന്നുകളോട് പ്രതികരിക്കാതിരിക്കാനും ഒരു സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ക്രീംസ് വാങ്ങിക്കുമ്പോൾ അതിനകത്ത് സ്റ്റിറോയിഡ്സ് ഉണ്ടാകാനൊരു ചാൻസ് ഉണ്ട് നമ്മുടെ ബ്യൂട്ടിഫിക്കേഷന് വേണ്ടിയിട്ട്. അപ്പോൾ അത്തരം ക്രീംസ് വന്ന് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് തുണികളാണ്. തുണി എന്ന് പറഞ്ഞാൽ ഒരു 3 ദിവസമെങ്കിലും കൂടുമ്പോൾ തോർത്തടക്കം എല്ലാ തുണികളും സോപ്പ് വെള്ളത്തിൽ പുഴുങ്ങി അലക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏതെങ്കിലും തുണി അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തിരിച്ചിട്ട് നല്ല ചൂടിൽ അയൺ ചെയ്യുക, പ്രത്യേകിച്ച് തുന്നു വരുന്ന ഭാഗങ്ങളിലൊക്കെ. പിന്നെയെന്ന് പറഞ്ഞാൽ തോർത്ത്, സോപ്പ്, ചകിരി അങ്ങനത്തെ സാധനങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക. ഇത്തരം കാര്യങ്ങളോട് ശ്രദ്ധിച്ചു നന്നായിരിക്കും.